രാജവംശങ്ങൾ. വേലായുധൻ പണിക്കശ്ശേരി. ഭാഗം 2. കുലശേഖര സാമ്രാജ്യം. സംഘകാലഘട്ടത്തിനു ശേഷം 9-ാം നൂറ്റാണ്ടു മുതൽ 12-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടം വരെ മഹോദയപുരം തലസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്നത് കുലശേഖര പെരുമാക്കന്മാരാണ്. കേരളത്തിന്റെ ഭൂരിഭാഗവും ഒരേ ഭരണത്തിന് കീഴിലായത് ഇക്കാലത്താണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ വന്നു. ഇവിടെ കൂട്ടത്തോടെ കുടിയേറിപ്പാർത്ത് സ്വാധീനമുറപ്പിച്ച ബ്രാഹ്മണർ നാടുവാഴികളെയും ഭരണാധികാരികളെയും സ്വാധീനിച്ച് പ്രബലരായി. ദ്രാവിഡ ആചാരങ്ങളിലും ജൈന ബൗദ്ധ വിശ്വാസങ്ങളിലും ജാതിരഹിതരായി കഴിഞ്ഞിരുന്ന ജനസാമാന്യത്തിൽ ചാതുർവർണ്ണ്യം നടപ്പാക്കാനുള്ള ശ്രമം ഊർജിതമായി നടന്നു. പരണർ, കപിലർ, തൊൽക്കാപ്പിയർ എന്നിവരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. വൈദിക മതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും ജൈന ബൗദ്ധ മതങ്ങളുടെ അധപ്പതനത്തിന്റെയും ആരംഭം കുറിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ബുദ്ധജൈന മതപണ്ഡിതന്മാരുമായി വൈദിക മതപണ്ഡിതന്മാർ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നതും അവരെ വാദങ്ങളിൽ തോൽപ്പിച്ചതും ജൈന ബൗദ്ധ മതങ്ങളിൽ വിശ്വസിച്ചിരുന്നവർക്ക് കടുത്ത തിരിച്ചടിയായി. ബുദ്ധനെ ഹിന്ദു അവതാരമാക്കി ബുദ്ധമതത്തിന്റെ നല്ല വശങ്ങൾ ഹൈന്ദവ മതം സ്വീകരിച്ചതും ഹൈന്ദവ മഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണവും ജൈന ബൗദ്ധ ക്ഷേത്രങ്ങളെ ഹൈന്ദവ ക്ഷേത്രങ്ങളാക്കി മാറ്റിയതും പ്രസ്തുത മതവിശ്വാസികൾക്ക് കടുത്ത ഭീഷണിയായി. സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ മാന്യതയും നഷ്ടപ്പെട്ടു. സാമൂഹിക വ്യവസ്ഥ തകിടം മറിഞ്ഞു. ബ്രാഹ്മണർ ഏറ്റവും ഉയർന്ന സ്ഥാനത്തു വന്നു. തൊട്ടുതാഴെ അവരുടെ ആജ്ഞാനുവർത്തികളായി ക്ഷത്രിയരെ പ്രതിഷ്ഠിച്ചു. അവർക്ക് ഭരണാധികാരം കൊടുത്തു. ചാതുർവർണ്ണ്യത്തെ എതിർത്തവരെയെല്ലാം അവർണരാക്കി അകറ്റി നിർത്തി. സംഘകാലഘട്ടത്തിൽ ഭരണത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നത ശ്രേണിയിലുണ്ടായിരുന്നവരെയെല്ലാം പുറകോട്ട് തള്ളി. പുതിയ മേലാളന്മാരുടെ ശല്യം സഹിക്കാതെ അവർ കാനനങ്ങളിൽ അഭയം പ്രാപിച്ചു. വിദ്യാഭ്യാസത്തിനുള്ള അർഹത ബ്രാഹ്മണർക്ക് മാത്രമായി. സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിനും പരിമിതികൾ കൽപ്പിച്ചു. കേരളത്തിന്റെ ഒട്ടെല്ലാ ഭാഗങ്ങളും ഒരു കേന്ദ്രീകൃത ഭരണത്തിൻ കീഴിൽ വന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ രംഗങ്ങളിലും വളർച്ച നേടിയിരുന്നു. കൊല്ലവർഷത്തിന്റെ ആരംഭവും കൊല്ലം പ്രമുഖ തുറമുഖമായി വളർന്നതും ഇക്കാലത്താണ്. ഹൈന്ദവ മതത്തോടൊപ്പം ക്രൈസ്തവ, ഇസ്ലാം, ജൂത മതങ്ങളും മുന്നണിയിലെത്തിയപ്പോൾ കേരളത്തിലെ അടിസ്ഥാന വർഗങ്ങൾക്കും ജൈന ബൗദ്ധമത വിശ്വാസികൾക്കും കടുത്ത അവഗണനയായിരുന്നു. കുലശേഖര ഭരണം. ചേര സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചതായി അനുമാനിക്കുന്ന 5-ാം നൂറ്റാണ്ടിന് ശേഷം 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചറിയുവാനുള്ള രേഖകൾ വിരളമാണ്. എന്നാൽ AD 800-ാം ആണ്ടിൽ ചേരശക്തി പുനഃസ്ഥാപിച്ചതായി കാണുന്നു. ഈ കുലശേഖര പെരുമാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരമായിരുന്നു. ഇവരുടെ ഭരണകാലത്തിന്റെ അവസാനത്തിൽ തലസ്ഥാനം കൊല്ലത്തേക്ക് മാറ്റുകയുണ്ടായി. AD 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം വരെ വാണിരുന്ന കുലശേഖര പെരുമാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചറിയുവാൻ ധാരാളം രേഖകളുണ്ട്. കേരളം ഏകശാസനമായ രാജ്യമായി വളർന്നത് ഇക്കാലത്താണ്. കൊല്ലത്തിന് വടക്കുള്ള ഇന്നത്തെ കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളും നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരും സമീപ പ്രദേശങ്ങളും സേലം, കോയമ്പത്തൂർ ജില്ലകളുടെ പ്രധാന ഭാഗങ്ങളും ഇവരുടെ അധികാര പരിധിയിലായിരുന്നു. കേരളത്തിലേക്ക് ജൈനമതവും ബുദ്ധമതവും മറ്റു വിദേശ മതങ്ങളും കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഹിന്ദുമതവും ഇവിടെ എത്തിയിരുന്നു. വേദപണ്ഡിതന്മാർ ചെറു സംഘങ്ങളായിട്ടാണ് ഇവിടെ എത്തിയത്. ഈ പ്രക്രിയ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു. കുടിയേറിയ ബ്രാഹ്മണന്മാരെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തത്. കേരളത്തിലുടനീളം വ്യാപിച്ച് അവരുടേതായ ഗ്രാമങ്ങൾ സ്ഥാപിച്ചു. 4 വേദങ്ങളിലും പ്രാവീണ്യം നേടിയ ബ്രാഹ്മണരെ കുറിച്ച് പതിറ്റുപ്പത്തിൽ പരാമർശങ്ങളുണ്ട്.
അവർ ഇവിടെ വേദവിധി പ്രകാരമുള്ള യാഗങ്ങളും ഹോമങ്ങളും നടത്തിയിരുന്നു. ദ്രാവിഡാചാരങ്ങൾ അനുഷ്ഠിച്ചു വന്നിരുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് അതൊരു പുതുമയായിരുന്നു. തങ്ങളുടെ ആരാധനാമൂർത്തികളെ പ്രതിഷ്ഠിച്ചിരുന്ന കാവുകൾക്ക് പകരം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് പൂജകൾ ആരംഭിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനും ദൈവകോപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേണ്ടിയാണ് യാഗങ്ങളും ഹോമങ്ങളും നടത്തുന്നതെന്ന് അവർ ജനങ്ങളോട് പറഞ്ഞു. ദീർഘായുസിനും വിജയസിദ്ധിക്കും സ്വർഗം പോകാനുമുള്ള മാർഗമെന്ന നിലയ്ക്കും രാജാക്കന്മാരെ കൊണ്ട് ബ്രാഹ്മണർ യാഗം ചെയ്യിച്ചു. ദക്ഷിണ ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളിൽ എന്ന പോലെ കേരളത്തിലും ബുദ്ധമതം ക്ഷയിക്കാൻ തുടങ്ങിയതായും ബൗദ്ധക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ രൂപം കൊള്ളുന്നതായും ചൈനീസ് സഞ്ചാരിയായ ഹ്യൂങ് സാങ് 7-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചാലൂക്യർക്കും പല്ലവർക്കും രാഷ്ട്രകൂടർക്കും 6ഉം 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിലുണ്ടായ സ്വാധീനം കൂടുതൽ ബ്രാഹ്മണരെ ഇങ്ങോട്ട് ആകർഷിച്ചു. ഇവിടെയുള്ള നമ്പൂതിരിമാരെല്ലാം പുറത്തുനിന്ന് വന്നവരുടെ പിന്തുടർച്ചക്കാരായിരിക്കില്ല. കുറെ പേർ വന്നിരിക്കാം. ക്രമേണ ഇവർ ഇവിടത്തെ വർഗക്കാരിൽ തങ്ങളോട് കൂടുതൽ അടുത്തവരെ കൂടെ ചേർത്തിരിക്കാൻ ഇടയുണ്ട്. ഇവിടത്തെ പ്രമാണിമാർക്ക് ബ്രാഹ്മണ്യം നൽകി അംഗസംഖ്യ വർദ്ധിപ്പിച്ചതിനു ശേഷമായിരിക്കാം അവർക്ക് കേരളീയ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത്. ചാതുർവർണ്ണ്യ പ്രകാരമുള്ള ജാതി വിഭജനം നടപ്പാക്കിയതും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഉണ്ടായിരുന്ന ചെറുമർ, പാണർ, കുറവർ, വേടർ, വില്ലവർ, പറയർ തുടങ്ങിയ വിഭാഗങ്ങളെ അധകൃതരാക്കി പിന്നണിയിലേക്ക് തള്ളിയതും ഇക്കാലത്താണ്. നാടുവാഴികളെ അരജജാതിയിൽ ഉൾപ്പെടുത്തി അവരിൽ സൂര്യകുലത്തിലും ചന്ദ്രകുലത്തിലും ജനിച്ച രാജാക്കന്മാരുടെ കുലശ്രേഷ്ഠത കൽപ്പിച്ച് ക്ഷത്രിയരാക്കി ബ്രാഹ്മണർക്ക് തൊട്ടുതാഴെയുള്ള പദവി നൽകി. കുലശേഖര പെരുമാക്കന്മാരുടെ ഉദയത്തിനും പ്രഭാവത്തിനും പിന്നിൽ ബ്രാഹ്മണ സ്വാധീനം പ്രകടമായി കാണുന്നു. ബ്രാഹ്മണർ കേരളത്തിലുടനീളം സ്ഥാനമുറപ്പിക്കുകയും ഇവിടുത്തെ മതവിശ്വാസങ്ങളെയും സാമൂഹിക വ്യവസ്ഥകളെയുമെല്ലാം കീഴ്മേൽ മറിക്കുകയും ചാതുർവർണ്ണ്യം നടപ്പാക്കുകയും നാടുവാഴികളെയും രാജാക്കന്മാരെയും ക്ഷത്രിയരായി അവരോധിച്ച് തങ്ങളുടെ ചൊൽപ്പടിയിലാക്കുകയും ചെയ്തതിനു ശേഷം രംഗപ്രവേശം ചെയ്തവരാണ് കുലശേഖര പെരുമാക്കന്മാർ. ഇവരുടെ കാലഘട്ടത്തിൽ വലിയൊരു വിഭാഗം ജനവിഭാഗങ്ങൾക്ക് നീതി നിഷേധിച്ചിരുന്നുവെങ്കിലും വ്യവസ്ഥാപിതമായ ഭരണമുണ്ടായിരുന്നു. വാണിജ്യപരമായും സാംസ്കാരികമായും രാജ്യം ഏറെ പുരോഗമിച്ചു. ശങ്കരാചാര്യർ, കുലശേഖര ആഴ്വാർ, ചേരമാൻ പെരുമാൾ നായനാർ തുടങ്ങിയ അനേകം മഹാന്മാർ ജീവിച്ചിരുന്നത് ഇക്കാലത്താണ്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല നാടുകളായി തിരിച്ചിരുന്നു. ഏറ്റവും തെക്കേയറ്റത്ത് വേണാട്, അതിന് വടക്കായി ഓടനാട്, നറ്റുഴൈനാട്, മുഞ്ഞുനാട്, വെമ്പുലിനാട്, കീഴ്മലൈനാട്, കാൽക്കരനാട്, നെടുംപുറയൂർ നാട്, വെള്ളുവനാട്, ഏറാൾ നാട്, പോളനാട്, കോലത്തുനാട്, പുറൈക്കിടനാട് എന്നിവയായിരുന്നു ആ നാടുകൾ. ഓരോ നാടും ഓരോ നാടുവാഴിയുടെ കീഴിലായിരുന്നു. ഇവയിൽ ചില നാടുകൾ 30,000 കുടുംബങ്ങൾ പാർത്തിരുന്ന ഏറനാട്ടിനോളം വലിപ്പമുള്ളവയും മറ്റു ചിലവ 300ഓളം കുടുംബങ്ങൾ മാത്രം പാർത്തിരുന്ന നറ്റുഴൈനാട് പോലെ ചെറിയവയുമായിരുന്നു. നാടിന്റെ ഘടകങ്ങളായ തറകളിൽ അടങ്ങിയിരുന്ന തറവാടുകളുടെ സംഖ്യ അനുസരിച്ച് അവിടുത്തെ ജനക്കൂട്ടത്തെ 300-അവർ, 5000-അവർ എന്ന് വിളിച്ചു വന്നു. ഇത്തരത്തിലുള്ള അനവധി കണക്കുകളുടെ സമൂഹമാണ് നാട്. അനവധി കൂട്ടങ്ങളുടെ സമൂഹമാണ് നാട്. തറവാടുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ അവർണ സമുദായങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഭരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. 300-കാരും 600-കാരും മറ്റുമായ ലോകറാണ് നാടുവാഴികളുടെ അധികാരത്തെ നിയന്ത്രിച്ചിരുന്നത്. വേണാടിലെ നാടുവാഴികളുടെ അധികാരം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് വേണാട് 300-വരായിരുന്നു. വലിയ പട്ടണങ്ങളുടെ ഭരണനിർവഹണത്തിനായി പ്രത്യേക കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. കൂട്ടങ്ങൾ 3 തരത്തിലുണ്ട്: തറക്കൂട്ടം, നാട്ടുകൂട്ടം, കേരള മഹാജനങ്ങളുടെ പൊതുവായ കൂട്ടം. തറയിൽ തറവാട്ടുകാരനവരുടെ സഭയാണ് തറക്കൂട്ടം. തറയിലെ പ്രാദേശികങ്ങളായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വ്യവസ്ഥപ്പെടുത്താനുള്ള അധികാരം തറക്കൂട്ടത്തിനായിരുന്നു. ഓരോ തറയിൽ നിന്നും 14 കാരണവന്മാരെ മുഖ്യസ്ഥർ എന്ന സ്ഥാനത്തോടുകൂടി തിരഞ്ഞെടുത്തിരുന്നു. നാടിന്റെ വിശാലമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് തറയിലെ പ്രതിനിധികൾ സമ്മേളിക്കുന്നതിനാണ് നാട്ടുകൂട്ടം എന്ന് പറയുന്നത്. ഇതിനു പുറമെ നാടിന് മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആലോചിക്കുന്നതിന് കേരള മഹാകൂട്ടങ്ങൾ ചേരാറുണ്ട്. ഭൂമി ദാനം ചെയ്യുന്ന അവസരങ്ങളിലും നാട്ടുകൂട്ടം ചേരാറുണ്ട്. അത്തരം നാട്ടുകൂട്ടങ്ങളിൽ വെച്ചാണ് വേണാട്ടിലെ അയ്യനടികൾ തരിസാപ്പള്ളിക്കും വേണാട്ടെ മറ്റൊരു നാടുവാഴിയായ രാമൻ തിരുവടി വേണാട് 600-വർ സാന്നിധ്യത്തിൽ കൊല്ലം രാമേശ്വര സ്വാമി ക്ഷേത്രത്തിനും ഭൂദാനം ചെയ്തത്. കൊല്ലം പട്ടണത്തിന്റെ ഭരണത്തിൽ അക്കാലത്ത് 600-വർ എന്ന കൂട്ടത്തിനും അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നീ കച്ചവട സംഘങ്ങൾക്കും പുന്നത്തലപതി, കോളേക്കുടിപ്പതി എന്നീ പ്രഭുക്കൾക്കും പങ്കുണ്ടായിരുന്നതായി മനസ്സിലാക്കാം. അന്നത്തെ പുന്നത്തലപതിയുടെ പേര്
അണ്ടിലൻ എന്നായിരുന്നു. 600 പേർക്കു വേണ്ടി പതിപ്പതവാരം എന്ന കരം പിരിച്ചിരുന്നത് 5 വണ്ണവും മണിഗ്രാമവുമായിരുന്നു. ക്ഷേത്രങ്ങളിലെ പരമാധികാരികളായിരുന്ന കോയിലധികാരിക്കും ഭരണത്തിൽ പ്രധാന പങ്കുണ്ടായിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും തിരിച്ചിരുന്നു. ദേശങ്ങളിലെ ഭരണാധികാരികൾ ദേശവാഴികളായിരുന്നു. അതാതു ദേശങ്ങളിലെ കാരണവന്മാരുടെ പ്രാതിനിധ്യ സഭയായ കൂട്ടങ്ങളുടെ സഹകരണത്തോടെയാണ് ദേശവാഴികൾ ഭരണം നടത്തിയിരുന്നത്. എല്ലാ പ്രധാന തീരുമാനങ്ങൾക്കും ഇവരുടെ അംഗീകാരം വേണ്ടിയിരുന്നു. ദേശവാഴിക്കും രാജാവിനും പ്രത്യേകമായി നികുതി കൊടുക്കേണ്ടിയിരുന്നു. രണ്ടും കൂടി ആകെയുള്ള ഉൽപാദനത്തിന്റെ 1/5 നികുതിയായി പോകും. ആദ്യം ഇത് 1/6 ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും വളരെയേറെ സ്വത്തുകൾ ദാനം ചെയ്തിരുന്നു. അവയ്ക്കൊന്നും നികുതിയില്ല. കുറെ ഭൂമി രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അവയ്ക്ക് ചേരിക്കൽ എന്നു പറയും. ദേവസ്വവും ബ്രഹ്മസ്വവും ചേരിക്കലും നീക്കിയാൽ നികുതി ചുമത്താവുന്ന ഭൂമി പരിമിതമായി. സർക്കാർ ചെലവുകൾക്ക് മറ്റു തരത്തിലുള്ള നികുതികൾ പിരിക്കുവാൻ അവർ നിർബന്ധിതരായി. പലതരത്തിലുള്ള തൊഴിൽക്കരങ്ങൾ, വിൽപ്പന നികുതികൾ, ചുങ്കങ്ങൾ എന്നിവ ഏർപ്പെടുത്തി വരവ് വർദ്ധിപ്പിച്ചു. താഴ്ന്ന സമുദായക്കാരുടെ തലയിലാണ് ഈ നികുതിയുടെ ഭാരമെല്ലാം വന്നു ചേർന്നത്. അക്കാലത്തെ തീട്ടൂരങ്ങളിൽ നിന്നും ശിലാലിഖിതങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വളരെയേറെ നികുതിയുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാധാരണക്കാർ ഏർപ്പെട്ടിരുന്ന എല്ലാ തൊഴിലുകൾക്കും പലവിധ നികുതികൾ ചുമത്തിയിരുന്നു. അക്കാലത്തെ നീതി നിർവഹണവും ശിക്ഷാ സമ്പ്രദായങ്ങളും പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നവയാണ്. ശിക്ഷാ സമ്പ്രദായങ്ങൾ കടുത്തതും ഭയങ്കരവുമായിരുന്നു. ആ കാര്യങ്ങളിൽ അവർ തീരെ നിർദ്ധയരായാണ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ തീരുമാനിച്ചിരുന്നു. ആദ്യം കുറ്റത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ശിക്ഷകൾ നൽകിയിരുന്നതെങ്കിലും ബ്രാഹ്മണ മേധാവിത്വം വർദ്ധിച്ചു വന്നതോടുകൂടി അതിനു മാറ്റം വന്നു. പിന്നീട് കുറ്റം ചെയ്ത വ്യക്തിയുടെ ജാതിയായി ശിക്ഷകളുടെ ഗുരുലഘുത്വം നിർണയിക്കാനുള്ള പ്രധാന ഘടകം. ബ്രാഹ്മണർക്ക് ഏറ്റവും കടുത്ത കുറ്റങ്ങൾക്ക് പോലും ജാതി ഭ്രഷ്ടായിരുന്നു പരമാവധി നൽകിയിരുന്ന ശിക്ഷ. ആ ശിക്ഷ തന്നെയും വിധിക്കാൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് മാത്രമായിരുന്നു അധികാരം. ഒരു നായർ ഏതെങ്കിലും കീഴ്ജാതിക്കാരനെ വധിച്ചാൽ പിഴ മാത്രമേ അയാൾക്ക് ശിക്ഷയായി ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ കീഴ്ജാതിക്കാരൻ ഒരു നാളികേരം മോഷ്ടിച്ചാൽ മതി വധശിക്ഷ ലഭിക്കാൻ. വേണാട്ടു രാജാവായ അയ്യനടികളുടെ തരിസാപ്പള്ളി ചെപ്പേടിൽ അടിമകളെ കുറിച്ച് പരാമർശമുണ്ട്. കൊല്ലത്ത് തരിസാപ്പള്ളിക്ക് ഒട്ടേറെ അധികാര അവകാശത്തോടുകൂടി ഒരു പ്രദേശം ദാനം ചെയ്യുന്നതാണ് ഈ ശാസനത്തിലെ ഉള്ളടക്കം. ക്രിസ്ത്യാനികളിൽ നിന്ന് അടിമക്കാശ് ഈടാക്കേണ്ടതില്ലെന്ന് അതിനാൽ വ്യവസ്ഥയുണ്ട്. ഈ ശാസനത്തിൽ നിന്ന് 9-ാം നൂറ്റാണ്ടിൽ ഇവിടെ അടിമ കച്ചവടം സാധാരണമായിരുന്നുവെന്നും അടിമകളെ സൂക്ഷിക്കുന്നവർ അടിമക്കാശ് ഗവൺമെന്റിലേക്ക് കൊടുക്കണമെന്നും മനസ്സിലാക്കാം. വീരരാഘവ പട്ടയത്തിലും അടിമ വ്യവസ്ഥയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വാണിയരും അയങ്കാളരെയും അടിമക്കുടുത്തോ എന്ന് ഈ പട്ടയത്തിൽ പറയുന്നുണ്ട്. മണിഗ്രാമങ്ങൾ, അഞ്ചുവണ്ണങ്ങൾ, വളഞ്ചിയർ, പട്ടണസ്വാമികൾ, നാനാദേശികൾ എന്നിങ്ങനെ കച്ചവട സംഘങ്ങൾ അന്ന് പ്രബലരായിരുന്നു. ഭരണത്തിൽ നിർണായകമായ പങ്കും വഹിച്ചിരുന്നു. രാജ്യഭരണത്തിന് നിയുക്തരായ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അധികാരി, പടനായകൻ, മതിൽ നായകൻ, തീയമാഴ്വാൻ എന്നിവർ. കുലശേഖരന്മാർക്ക് ധാരാളം കപ്പലുകളും നല്ലൊരു നാവികസേനയും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായും കലാപരമായും വളരെ ഉയർന്ന നിലയിലായിരുന്നു. വൈദ്യം, വേദം, തർക്കം, വ്യാകരണം, മീമാംസ, ജ്യോതിശാസ്ത്രം എന്നിവ പഠിപ്പിക്കാൻ വലിയ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പാഠശാലകളും കലാശാലകളും ഉണ്ടായിരുന്നു. ഇവയെ ചാലകൾ അഥവാ ശാലകൾ എന്നാണ് വിളിച്ചിരുന്നത്. മൂഴിക്കുളം ശാല, തിരുവല്ല ശാല, കാന്തളൂർ ശാല, പാർത്ഥിവപുരം ശാല എന്നിവ അവയിൽ പ്രമുഖങ്ങളായിരുന്നു. വിദ്യാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യമായിരുന്നു. ഈ ശാലകളിൽ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ശില്പകലയിലും കൊത്തുപണിയിലും വളരെ മുന്നോട്ടു പോയിരുന്നു. കേരളത്തിന്റെ വാസ്തുവിദ്യാ സവിശേഷതകൾ വ്യക്തമാക്കുന്ന കൊട്ടാരങ്ങളും വലിയ ക്ഷേത്രങ്ങളും 4-കെട്ട്, 8-കെട്ട് തുടങ്ങിയ പ്രഭുഭവനങ്ങളും ഈ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. ജ്യോതിശാസ്ത്രത്തിൽ അസൂയാവഹമായ വളർച്ചയുണ്ടായിരുന്നുവെന്ന് ശങ്കരനാരായണീയം സാക്ഷ്യം വഹിക്കുന്നു.
മഹോദയപുരത്ത് നല്ലൊരു നക്ഷത്ര ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആര്യഭടന്റെ സിദ്ധാന്തങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രചാരം. പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞ പണ്ഡിതനായിരുന്ന ശങ്കരനാരായണന്റെ നേതൃത്വത്തിലാണ് നക്ഷത്ര ബംഗ്ലാവ് പ്രവർത്തിച്ചിരുന്നത്. പുതുതായി സ്ഥാനമേൽക്കുന്ന രാജാക്കന്മാർ നക്ഷത്ര ബംഗ്ലാവിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. സ്ഥാണു രവി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം രവിവർമ്മ യന്ത്രവലയം എന്ന പേരിലാണ് സ്ഥാപിച്ച രാശിചക്രം, ജലേശ സൂത്രം, ഗോളയന്ത്രം മുതലായവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ശങ്കരനാരായണീയത്തിൽ വിസ്തരിച്ച് വിവരിക്കുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ, കോട്ടയ്ക്കകം, സേനാമുഖം, ബാലക്രീഡേശ്വരം, ഗോത്രമല്ലേശ്വരം മുതലായ നഗരങ്ങളിൽ നാഴികതോറും മണിയടിച്ച് സമയം അറിയിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു. ഈ നിരീക്ഷണ നിലയം ചോളരാജാക്കന്മാരുടെ ആക്രമണത്തിൽ കുറെയെല്ലാം നശിച്ചുവെങ്കിലും അതിന്റെ പ്രവർത്തനം ഭാഗികമായി 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെയും നിലനിന്നിരുന്നുവെന്ന് കോക്ക സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാം. അവർണ സമുദായ അംഗങ്ങൾക്ക് എല്ലാ പൗര അവകാശങ്ങളും നിഷേധിച്ചിരുന്നുവെങ്കിലും മറ്റു മതസ്ഥരോട് വളരെ ഉദാരമായ സമീപനമായിരുന്നു രാജാക്കന്മാർക്ക്. ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒട്ടേറെ അവകാശ അധികാരങ്ങൾ കൽപ്പിച്ചുകൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന കാര്യം മുമ്പ് സൂചിപ്പിച്ചു. മുസ്ലിങ്ങൾ വന്നപ്പോഴും അവർക്ക് താമസിക്കുവാനും മതപ്രചാരണം നടത്തുവാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. വർത്തക സമൂഹങ്ങളായതുകൊണ്ടാകാം അവരെ സ്നേഹപൂർവ്വം അടുപ്പിച്ചു നിർത്തിയത്. കുലശേഖര പെരുമാക്കരുടെ കാലത്ത് ഒന്നിലേറെ മുസ്ലിം സഞ്ചാരികൾ കേരളത്തിൽ വരികയും അവർ കണ്ട കാര്യങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സഞ്ചാരികളിൽ ഏറ്റവും പഴമക്കാരൻ അറിയപ്പെട്ടിരുന്നത് സുലൈമാൻ എന്ന കച്ചവടക്കാരനാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പലതവണ ഭാരതത്തിലേക്കും ചൈനയിലേക്കും വ്യാപാര യാത്ര നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സുലൈമാൻ. സ്ഥാണു രവിയുടെ കാലത്താണ് അദ്ദേഹം കേരളത്തിൽ വന്നത്. ഒന്നിലേറെ തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. AD 851 തന്റെ യാത്രാ വിവരണ ഗ്രന്ഥം പൂർത്തിയാക്കിയത്. സുലൈമാന്റെ സന്ദർശന കാലത്ത് കേരളം സമ്പൽ സമൃദ്ധമായിരുന്നു. കൊല്ലമായിരുന്നു ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം. പേർഷ്യയിലേക്കുള്ള ചൈനീസ് കപ്പലുകൾ പോകുമ്പോഴും വരുമ്പോഴും കൊല്ലം തുറമുഖത്ത് അടുക്കാറുണ്ട്. ചീനക്കാരുടെ വലിയ കപ്പലുകൾക്ക് നിർബാധം പ്രവേശിക്കാൻ തക്ക തുറമുഖം വിസ്തൃതമായിരുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മസ്കറ്റിൽ നിന്ന് കൊല്ലം വരെയുള്ള കപ്പലോട്ടം 1 മാസം കൊണ്ട് മുഴുമിപ്പിക്കാം. ഒരാൾക്ക് 10 ദിനാറാണ് കപ്പൽ കൂലി. കുലശേഖര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രാചീന തുറമുഖം കൊടുങ്ങല്ലൂരായിരുന്നുവെങ്കിലും ഓരോ മഴക്കാലം കഴിയുമ്പോഴേക്കും അഴിമുഖത്ത് വന്നടിയുന്ന ചെളിയും മണ്ണും നീക്കാൻ സംവിധാനമില്ലാതിരുന്നതിനാൽ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലുകൾ വളരെ അകലെ മാത്രമേ നിന്നിരുന്നുള്ളൂ. എന്നാൽ കൊല്ലത്ത് എത്ര വലിയ കപ്പലുകൾക്കും ഉള്ളിലേക്ക് കടന്ന് സുരക്ഷിതമായി നങ്കുരമിട്ട് നിൽക്കുവാനുള്ള സൗകര്യമുണ്ടായിരുന്നതിനാൽ വിദേശ കപ്പലുകളെല്ലാം കൊല്ലത്താണ് അടുത്തിരുന്നത്. ഏറ്റവും കൂടുതൽ ചരക്കുകൾ കയറ്റി അയച്ചിരുന്നതും കൊല്ലം തുറമുഖം വഴിയായിരുന്നു. വിഴിഞ്ഞം, കാന്തളൂർ എന്നീ തുറമുഖങ്ങളും കയറ്റുമതിക്ക് പ്രസിദ്ധി നേടിയിരുന്നു. അറബികളും ചൈനക്കാരുമാണ് ഏറ്റവും അധികം ചരക്കുകൾ വാങ്ങിയിരുന്നത്. ചൈനക്കാർ ഇവിടെ നിന്ന് പ്രധാനമായും വാങ്ങിയിരുന്നത് കുരുമുളക്, കറുവാപ്പട്ട, തേക്ക്, ദന്തം, മുത്ത്, പരുത്തി തുണി എന്നിവയാണ്. ഇവിടെ ഇറക്കുമതി ചെയ്തിരുന്നത് പലതരം പിഞ്ഞാണങ്ങൾ, മീൻ വലകൾ, ഭരണികൾ, കളിമൺ പാത്രങ്ങൾ, പടക്കങ്ങൾ എന്നിവയാണ്. ചീനഭരണിയും ചീനവലയും ചീനച്ചട്ടിയും ചീനപ്പടക്കവുമെല്ലാം ഇവിടെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. രവിവർമ്മയുടെ കാലത്തോ അതിനടുത്ത രാജാവായ കോതരവിയുടെ ഭരണകാലത്തോ ആണ് അൽ മസൂദി കേരളത്തിൽ വന്നത്. കേരളത്തിന്റെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ ശ്രദ്ധേയമാണ്. ജനങ്ങൾ അർദ്ധനഗ്നരായിരുന്നുവെങ്കിലും ശുചിത്വവും നീതിയും പാലിക്കുന്നതിൽ അതീവ തൽപരരാണ്. കൊള്ളയും ചതിയും കുറവായിരുന്നു. സൗഹാർദ്ദപൂർവമായാണ് വിദേശികളോട് പെരുമാറിയിരുന്നത്. അവരുടെ ജീവനും സ്വത്തിനും പൂർണ്ണ സംരക്ഷണം ലഭിക്കും. ജനങ്ങൾ അധ്വാനശീലരും പൂർവിക ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നവരുമാണ്. ഇക്കാലത്ത് മലയാളം ഏറെക്കുറെ ഒരു സ്വതന്ത്ര ഭാഷയായി ഉരുത്തിരിയാൻ തുടങ്ങിയിരുന്നുവെങ്കിലും സാഹിത്യകൃതികളെല്ലാം തമിഴിലും സംസ്കൃതത്തിലുമാണ് രചിച്ചിരുന്നത്. തമിഴിനെ അപേക്ഷിച്ച് സംസ്കൃതത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചതും ഇക്കാലത്താണ്.
കുലശേഖര ആഴ്വാർ തമിഴിൽ പെരുമാൾ തിരുമൊഴിയും സംസ്കൃതത്തിൽ മുകുന്ദമാലയും രചിച്ചു. മറ്റൊരു കുലശേഖര ചക്രവർത്തിയാണ് സുഭദ്ര ധനഞ്ജയം, വിച്ഛിന്ന അഭിഷേകം എന്നീ നാടകങ്ങളും ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയും എഴുതിയത്. യമക കാവ്യങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ പാടവം പ്രകടിപ്പിച്ചിരുന്ന വാസുദേവ ഭട്ടതിരിയാണ് യുധിഷ്ഠിര വിജയം, ത്രിപുരദഹനം, ഗൗരികഥോദയം, നളോദയം എന്നീ കാവ്യങ്ങൾ സമ്മാനിച്ചത്. ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾക്കും ഭാഷ്യമെഴുതിയും വിവേക ചൂടാമണി, ഉപദേശ സഹസ്രി, ആത്മബോധം, മോഹമുദ്ഗരം എന്നീ വേദാന്ത കാവ്യങ്ങളും ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി തുടങ്ങിയ സ്തോത്രങ്ങളും രചിച്ചത് ഇക്കാലത്താണ്. കുലശേഖരന്മാരുടെ സദസ്യനായിരുന്ന തോലനാണ് കൂടിയാട്ടങ്ങൾക്ക് ആട്ടപ്രകാരവും ക്രമദീപികയും തയ്യാറാക്കിയത്. ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി ഇക്കാലത്തെ പ്രധാന കൃതിയാണ്. കോലത്തുനാട് വാണിരുന്ന ശ്രീകണ്ഠൻ എന്ന മൂഷക രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്ന അതുലന്റെ മൂഷകവംശം എന്ന മഹാകാവ്യം സംസ്കൃതത്തിൽ എഴുതിയ ആദ്യത്തെ കേരള ചരിത്രമാണ്. കുലശേഖര ആഴ്വാർ, രാജശേഖരവർമ്മ, സ്ഥാണുരവിവർമ്മ, രാമവർമ്മ കുലശേഖരൻ, ഗോദരവിവർമ്മ, ഇന്ദു കോദവർമ്മ, ഭാസ്കര രവിവർമ്മ ഒന്നാമൻ, ഭാസ്കര രവിവർമ്മ രണ്ടാമൻ, വീരകേരളവർമ്മ രാജസിംഹൻ, ഭാസ്കര രവിവർമ്മ മൂന്നാമൻ, രവി രാമവർമ്മ, രാമവർമ്മ കുലശേഖരൻ എന്നിവരാണ് കുലശേഖര ബിരുദത്താൽ അറിയപ്പെടുന്ന രാജാക്കന്മാരെന്ന് അനുമാനിക്കുന്നു. ശാസനങ്ങളിൽ നിന്നും മറ്റുമായി ഇവരുടെ ഭരണകാലം ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കുലശേഖരന്മാരുടെ ആധിപത്യകാലത്ത് ഹിന്ദു മത പ്രചാരത്തിനായി ഭട്ടന്മാരും പ്രഭാകരരും ശങ്കരനും ശിഷ്യന്മാരും വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട്. ശ്രീശങ്കരന്റെയും പ്രഭാകര ഭടന്റെയും മറ്റും പ്രബോധനങ്ങൾ സംസ്കൃതത്തിലായതിനാൽ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരുടെ മനസ്സിന്റെ അഗാധ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അവരുടേതായ ഭാഷയിലൂടെ പ്രബോധനങ്ങൾ ആവശ്യമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഭക്തി പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. ശൈവ വൈഷ്ണവ സിദ്ധന്മാർ ലളിതമായ തമിഴിൽ വിഷ്ണുവിനെയും ശിവനെയും മറ്റും സ്തുതിച്ചു രചിച്ച ഭക്തികാവ്യങ്ങളാണ് സാധാരണക്കാരെ ഹിന്ദുമതത്തിൽ പിടിച്ചു നിർത്തിയത്. മിക്കവാറും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് കുലശേഖരന്മാർ ഭരണം നടത്തിയിരുന്നത്. എന്നാൽ 11ാം ശതകം മുതൽ സ്ഥിതിഗതികൾ ആകെ മാറി. ചോളന്മാരുടെ നിരന്തരമായ ആക്രമണം കുലശേഖരന്മാർ പടുത്തുയർത്തിയ പലതും നഷ്ടപ്പെടുത്തി. ചോള ആക്രമണത്തെ തടുത്തു നിർത്തുവാൻ കേരളത്തിൽ നിർബന്ധ സൈന്യ സേവനം ഏർപ്പെടുത്തി. ചോള ആക്രമണത്തെ തടുത്തു നിർത്തുവാൻ കേരളത്തിൽ നിർബന്ധ സൈന്യ സേവനം ഏർപ്പെടുത്തി. നമ്പൂതിരി യുവാക്കൾ ആയുധമണിഞ്ഞു. ഇതുകൊണ്ടും രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ രാജ്യത്തുടനീളം കളരികൾ സ്ഥാപിക്കുകയും മറ്റു സമുദായാംഗങ്ങളെ കൂടി ആയുധാഭ്യാസം പഠിപ്പിക്കുകയും ചെയ്തു. ചാവേർ സംഘങ്ങളെ സംഘടിപ്പിച്ച് ശത്രുവിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. നിരന്തരമായ ആക്രമണത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ കുലശേഖരന്മാരുടെ കേന്ദ്രീകരണ ഭരണം ദുർബലമായി. ഇതിനിടെ ആസ്ഥാനം മഹോദയപുരത്തു നിന്ന് കൊല്ലത്തേക്ക് മാറ്റി. മേൽക്കോയ്മ അംഗീകരിച്ചിരുന്ന നാടുവാഴികളുടെ ഇടയിൽ ശിഥിലീകരണ പ്രവണതകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി നാടുവാഴികൾ സ്വതന്ത്രാധികാരം നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി അനവധി ചെറുകിട രാജ്യങ്ങൾ കേരളത്തിൽ ഉടനീളം ഉയർന്നു വന്നത്.